ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ് ഈ 3 സിനിമകൾ ആണ് മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വിഷു റിലീസായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബുക്കിങ്സ് എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്തോ, കാരണം ആ ദിവസത്തേക്ക് നിങ്ങൾ നോക്കിയെന്നുണ്ടെങ്കിൽ മിക്കവാറും ടിക്കറ്റ്സ് ഒന്നും കിട്ടില്ല. ഇപ്പം തന്നെ ആവശ്യത്തിനൊക്കെ ഏകദേശം കുറേയൊക്കെ ഷോകൾ ഏകദേശം ഫാസ്റ്റ് ഫില്ലിംഗ് ആയി, ചിലതൊക്കെ സോൾഡ് ഔട്ട് ആയി, അങ്ങനത്തെ രീതിയിലായിട്ടുണ്ട് മിക്ക സിനിമകൾ. അതന്നെ വർഷങ്ങൾക്ക് ശേഷം ആയാലും ഇപ്പോൾ ജയ് ഗണേഷ് ലേറ്റസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചോ, കാരണം ടിക്കറ്റ്സ് ആ സമയത്തൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സിനിമകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിഷുവിന് ഇത്രയും വലിയൊരു വൈഡ് വെറൈറ്റി ആയിട്ടുള്ള റിലീസ് മലയാളം ഇൻഡസ്ട്രിയിൽ മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് 3 കാറ്റഗറി, അതായത് ഇപ്പോൾ ആവേശം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു യങ് ജനറേഷനെ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന പടം, അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും കളറാണ്, അങ്ങനത്തെ ഒരു ഓടിച്ചാടി നിൽക്കുന്ന പടം എന്നറിയില്ല, അങ്ങനത്തെ രീതിയിലുള്ളൊരു പടമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം അതായിരിക്കില്ല, കാരണം കുറച്ചധികം ഫീലിങ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അങ്ങനത്തെ രീതി വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. ജയ് ഗണേഷ് ഒരു സൂപ്പർ ഹീറോ പോലത്തെ, അങ്ങനെ 3 വെറൈറ്റി ടൈപ്പ് പടമാണ്. അപ്പോൾ ഈ 3 സിനിമകളും നല്ല ഗംഭീര രീതിയിൽ മാർക്കറ്റിംഗ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് പക്ഷേ ആവേശത്തിൻ്റെ കാര്യത്തിലാണ് ഇത് പറയാനുള്ളത്. കാരണം ആവേശം ഇവരന്ന് മറ്റേ ആലുവയിൽ UC കോളേജിൽ ഒരു വലിയ പ്രൊമോഷൻ ഇവൻറ്റ് നടത്തി. അത് കഴിഞ്ഞ് Q സ്റ്റുഡിയോസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഇതിന് ബേസ് ചെയ്തിട്ട് വേറെ പ്രൊമോഷൻസ് ഒന്നും കണ്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെയല്ല, കാരണം അവർ ധ്യാനിനെ വെച്ച് അങ്ങോട്ട് ഇറക്കി കുറേ പ്രൊമോഷൻസ് ചെയ്ത് കുറേ ഇൻ്റർവ്യൂസ് കൊടുത്ത്. ഇപ്പോൾ വിനീതാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതുപോലെ ക്രിയേറ്റേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസ് കൊടുത്ത് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയ് ഗണേശനാണെങ്കിലും ഉണ്ണിമുഖത്തിന് ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ അവെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആവേശത്തിൻ്റെ ആവശ്യം അങ്ങനത്തെ ഒരു ആവേശം കാണുന്നില്ല ആവേശം ടീമിൻ്റെ ഭാഗത്തുനിന്ന്. കാരണം അത് ആ ഒരു സിനിമയുടെ 3 പാട്ട് ഇറങ്ങി, ഒരു ടീസർ ഇറങ്ങി, ഇതിൻ്റെ ട്രെയിലർ പോലും ഇറങ്ങിയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ പടം റിലീസാവാണ്. ഇവരെന്താ കാണിക്കുന്നതെന്നറിയില്ല. അപ്പോൾ ട്രെയിലർ എന്തായാലും ഉറപ്പായി ഉണ്ടാവില്ല എന്ന് ഏകദേശം തോന്നുന്നു. കാരണം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ റിലീസാണ്. അതെനിക്ക് തോന്നുന്നില്ല ഇനി അതിൻ്റെ ഇടയിൽ ഇറക്കി വിടുന്നു. എന്തായാലും പേഴ്സണലി 3 സിനിമക്കും ഞാൻ പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏത് ക്ലിക്കാവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 3 ടൈപ്പായ കാരണം ഒന്നിനെ അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആവേശം ഇങ്ങനെ വൻ സംഭവം വരുന്ന പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ആവേശം ഭയങ്കര ഹിറ്റാവും. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും ഇപ്പോൾ ജയ് ഗണേഷ് ആണെങ്കിലും 3 വെറൈറ്റി ടൈപ്പ് പടങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും പ്രേക്ഷകർ ഇതിനെ സ്വീകരിക്കുക, മീൻസ് എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻസ് അന്ന് കാണാം. പിന്നെ അതുമാത്രമല്ല, ഹിന്ദിയിൽ നിന്ന് നമ്മളുടെ പൃഥ്വിരാജൊക്കെ അഭിനയിച്ചിട്ടുള്ള ബഡേ മിയാൻ ചോട്ടേ മിയാൻ നാളെ ഇറങ്ങേണ്ട പടമായിരുന്നു. അത് മറ്റന്നാൾക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ഇറങ്ങുന്ന ദിവസം തന്നെയാണ് ഈ ബഡേ മിയാൻ ചോട്ടേ മിയാൻ ഇറങ്ങുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളെ മലയാള ഇൻഡസ്ട്രിയിലെ ആൾക്കാർ അഭിനയിച്ച 4 സിനിമകൾ ഒരേ ദിവസം റിലീസാവുന്നുണ്ട്. പക്ഷേ ബഡേ മിയാൻ ചോട്ടേ മിയാൻ എനിക്ക് തോന്നുന്നു ഒരൊറ്റ മീൻസ് വളരെ ഒരു ഷോ അങ്ങനെ സംതിങ് ഉണ്ടാവുള്ളൂ. കാരണം ഓൾറെഡി 3 സിനിമകൾ ചാർട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് മറ്റ് തിയേറ്ററിലെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മൾട്ടിപ്ലക്സസ് മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. മലയാളത്തിലൊക്കെ റിലീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ നാളത്തേക്ക് മീൻസ് 10-ാം തീയതിക്ക് ഇതിൻ്റെ ടിക്കറ്റ്സ് എല്ലാം ബുക്കിംഗ് ഓപ്പൺ ആയതാണ്. എന്നിട്ട് ഇവരെന്തിനാണ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ വിഷു വിന്നർ ആരായിരിക്കും ഏകദേശം വിഷു കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും. വെയിറ്റ് ചെയ്യാൻ എന്തായിരിക്കും ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടൻറ്റ്സ് നിങ്ങൾ വീണ്ടും വരണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.